വന്യരായ വൈദിക ശ്രേഷ്ഠർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ തൃക്കുന്നത്ത് സെമിനാരിയിൽ ഒരു കയ്യേറ്റം നടന്നു. അതിനെക്കുറിച്ച് വിവരമുള്ളവർ പറയുന്നത് ഓപ്പറേഷൻ സക്സസ് ബട്ട് പേഷ്യന്റ് ഡൈഡ് എന്നാണ്. ഓപ്പറേഷൻ വിജയകരമായിരുന്നു, പക്ഷേ രോഗി മരിച്ചുപോയി. പള്ളിക്കകത്ത് പൂട്ടുപൊളിച്ചു കയറുന്നതിൽ വിജയിച്ചു, പക്ഷേ മറ്റൊരു കാര്യവും ചെയ്യുവാൻ സാധിച്ചില്ല. കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മാറിയത് ഒരുപക്ഷേ അറിഞ്ഞു കാണില്ല. ചേട്ടബാബയെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന ചിത്രം പത്രങ്ങളിൽ തൂക്കിയെടുത്തുകൊണ്ട് ചേട്ടബാബയെ 6 മണിക്ക് മുമ്പായി കൊണ്ടുപോകുമ്പോൾ ചേട്ടബാബ കരഞ്ഞു തുടങ്ങി. സാധാരണ കരയുന്ന പോലെ കരഞ്ഞു തുടങ്ങി. ആ കരച്ചിൽ കേട്ടപ്പോൾ പോലീസുകാരൻ ഒരാൾ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു, വായിൽ തുണി ഒട്ടിക്കേറ്റും മര്യാദയ്ക്ക്. അപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകല്ലേ, എന്നെ ആശുപത്രിയിൽ എങ്ങാനും ആക്കണമേ എന്ന് പറഞ്ഞു. കേരളത്തിൽ വളരെ ശക്തമായ ഒരു ആഭ്യന്തര വകുപ്പുണ്ടാകുന്ന തിരിച്ചറിവുണ്ടായത് അപ്പോഴാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഏറെക്കാലം നമ്മൾ അനുഭവിച്ച പീഡനങ്ങൾക്ക് ആളുകൾ വന്നത് ഈ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 6 മണിക്കാണ്. പ്രിയപ്പെട്ടവരെ, പുത്തൻകുരിശ് സൊസൈറ്റിയുടെ ആസ്ഥാനത്ത് ഇപ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ പള്ളികളിൽ ഓർമ്മ കുർബാനയ്ക്ക് പേര് നൽകാം, ആർക്കെങ്കിലും പെരുന്നാൾ കുർബാനകൾ ഏറ്റെടുത്ത് നടത്താം. പക്ഷേ നമ്മളിൽ നിന്നുമില്ലാത്ത, ഒരു ക്രൈസ്തവ സഭകളിലുമില്ലാത്ത ഒരു പുതിയ കുർബാന ചേട്ടബാബ തുടങ്ങി. അതിന്റെ ബോർഡ് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയുമോ? കട്ടുകുർബാന നടത്തിക്കൊടുക്കപ്പെടും. കട്ടുകുർബാനയ്ക്ക് പ്രത്യേക വീസ. ഞാറക്കാട് പള്ളിയുടെ ബോർഡ് കണ്ടോ? സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ചർച്ച് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? ആ പള്ളിയിലേക്ക് മിനിഞ്ഞാന്ന് രാവിലെ വെളുപ്പിന് 4 മണിക്ക് അതിക്രമിച്ച് കയറുവാൻ ചെന്നപ്പോൾ, കട്ടുകുർബാന നടത്തുവാനായി ചെന്നപ്പോൾ ശക്തമായ പോലീസ് സംവിധാനം അവരെ തടയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജയ് ജയ് കാതോലിക്ക, ജയ് ജയ് കാതോലിക്ക, ജയ് ജയ് കാതോലിക്ക, ജയ് ജയ് കാതോലിക്ക. നമുക്ക് ഇന്ന് ഇവിടെ ഈ സമ്മേളനം നടത്തേണ്ടതിന്റെ ആവശ്യകത ഇവിടുത്തെ കളക്ടർ വരുത്തിക്കൂട്ടിയതാണ്. ഇവിടെ ജില്ലാ കളക്ടറുടെ ഓഫീസിന് മുമ്പിൽ ഈ കെട്ടിട സമുച്ചയത്തിനുള്ളിൽ കാണുന്ന ഏറ്റവും വലിയ ഓഫീസ് ജില്ലാ കളക്ടറുടെയാണ്. ആ ജില്ലാ കളക്ടർ കാണിച്ച നീതികേട് കൊണ്ട്, അനീതി കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ സംഘടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24-ാം തീയതി വൈകിട്ട് ആലുവ തൃക്കുന്നത്ത് സെമിനാരിയുടെ മാനേജറും അച്ഛനെ യാക്കോബച്ചനെ കണ്ടിട്ട് ആലുവ എറണാകുളം ജില്ലാ കളക്ടർ അഭ്യർത്ഥന നടത്തി. എന്താണെന്നറിയുമോ അഭ്യർത്ഥന? തൃക്കുന്നത്ത് സെമിനാരിയുടെ താക്കോൽ എന്നെ ഏൽപ്പിക്കണം, ഞാൻ ഭദ്രമായി തിരിച്ചു തന്നോളാം. നമ്മുടെ വീടുകളിൽ കോഴിക്കോടുകളുണ്ടല്ലോ. ഈ കോഴിക്കോട്ടിൽ കോഴിയെ പിടിച്ചടച്ച് പൂട്ടിയതിനു ശേഷം കുറുക്കൻ വന്ന് കോഴിക്കോടിന്റെ താക്കോൽ ചോദിച്ചാൽ നമ്മുടെ ജില്ലാ കളക്ടറുടെ കയ്യിൽ ആ താക്കോൽ കൊടുത്താൽ ഭദ്രമല്ല എന്നറിഞ്ഞുകൊണ്ട് ആ താക്കോൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചില്ല. ബഹുമാന്യനായ ജില്ലാ കളക്ടറെ, അങ്ങനെയൊരു കാര്യം പറയുവാനുണ്ട്. ഇവിടെ മാന്യരായ ആളുകൾ ഇരുന്ന ഒരു കസേരയിലാണ് അങ്ങിരിക്കുന്നത്. മാന്യരായ ആളുകൾ ഇരിക്കുന്ന ഒരു കസേരയിലാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ നിലവിലായിരിക്കുന്നത്. അത്
തരാതിരുന്ന കളക്ടറോട് നമ്മൾ ചോദിച്ചു, സർ, തൊട്ടടുത്ത 3 കിലോമീറ്ററിനുള്ളിലുള്ള പുത്തൻകുരിശ് പള്ളിയിൽ എന്തിനാണ് അതിക്രമിച്ച് കയറുവാൻ അവരെ അനുവദിച്ചത്? നമ്മുടെ കേസ് തള്ളിയതല്ലേ ഉള്ളൂ, എന്തിനാണ് അവരെ അനുവദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഈ മാന്യനായ മനുഷ്യൻ പറഞ്ഞത് എന്തെന്നറിയുമോ? അത് പുത്തൻകുരിശിലെ കാര്യം. ഇപ്പോൾ നമുക്ക് കോലഞ്ചേരിയുടെ കാര്യം ചർച്ച ചെയ്യാം. കോലഞ്ചേരി പള്ളി തുറക്കുവാൻ അനുവദിക്കാത്തയാൾ ഇതേ കളക്ടർ. എറണാകുളം ജില്ല എന്ന് പറയുന്നത് അധികാരികൾ ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ജില്ലയാണ്. ഈ ജില്ലയുടെ ഭരണാധികാരി IAS ആയിരിക്കണം. SSLC 2 പ്രാവശ്യം കൊണ്ട് ജയിച്ചാലും ശുപാർശയിലൂടെ IAS നേടിയെടുത്തവരുമാകരുത് ഇവിടുത്തെ ജില്ലാ കളക്ടർ. നമ്മൾ ആവശ്യപ്പെടുന്നു, അടിയന്തരമായി ഈ ജില്ലാ കളക്ടറെ മാറ്റി നീക്കണമെന്ന് ഭരണാധികാരികളോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഈ ജില്ലാ കളക്ടറിന് നമുക്ക് നീതി കിട്ടുകയില്ല. ഇതിന് തൊട്ട് മുമ്പ് ഇവിടെ വനിതയായിരുന്ന ഒരു ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു. മാന്യയായ മഹതിയായിരുന്നു ആ വനിതാ ജില്ലാ കളക്ടർ. വനിതയായിരുന്നുവെങ്കിലും ആ മഹതിക്കുണ്ടായിരുന്ന പലതും ഈ ജില്ലാ കളക്ടർക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ ജില്ലാ കളക്ടർ കാണത്തില്ല, നട്ടല്ലില്ല, കാശ് വിട്ടുന്നിടത്തോട്ട് വളയുന്ന ആളാണ്. അടിയന്തരമായി ഈ ജില്ലാ കളക്ടറെ മാറ്റിയില്ലെങ്കിൽ വരുന്ന നാടുകളിൽ ഈ സർക്കാർ വലിയ വിലകൾ നൽകേണ്ടി വരുമെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ്. ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഈ ജനം പത്രത്തിലെ വാർത്ത കണ്ട് സംഘടിച്ചവരാണ്. മലങ്കര സഭയോടുള്ള കൂറിന്റെ ഫലമായി ഇവിടെ സംഘടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നു. പിന്മാറരുത്, തളരരുത്. നൂറ്റാണ്ടുകളോട് സമരം ചെയ്ത, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത ഒരു പൈതൃകം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനാൽ ഒരു കാരണവശാലും നമ്മൾ തളരരുത്. നമുക്കറിയാം, ലാലാ ലജപത് റായിയുടെ തലയ്ക്ക് ലാത്തി കൊണ്ടുള്ള അടിയേറ്റ് ലജപത് റായി മരിച്ചുവെങ്കിൽ ആ ലജപത് റായിയുടെ മരണം സ്വാതന്ത്ര്യ സമരത്തെ തോൽപ്പിച്ചില്ല. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുവെങ്കിൽ ആ നേതാക്കന്മാർ ജയിലിൽ പോയത് സ്വാതന്ത്ര്യ സമരത്തെ തകർത്തില്ല. ജാലിയൻവാലാബാഗിൽ ആയിരക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്തുവെങ്കിൽ ആ കൂട്ടക്കൊല സ്വാതന്ത്ര്യ സമരത്തെ തകർത്തില്ല. നമ്മളിലുള്ള നമ്മുടെ സഹോദരന്മാർ ഒരുപക്ഷേ ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടേക്കാം. പക്ഷേ തളരാതെ പതരാതെ അതിശക്തമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന വാക്കുകളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ സംഘടിച്ചിരിക്കുന്ന നിങ്ങളുടെ ആവേശം ഒരു വലിയ ആവേശമാണ്, ഒരു വലിയ ശക്തിയാണ്. ഇന്നലെ